നമസ്കാരം. നമ്മളിന്നുള്ളത് പാലിയേക്കര ടോൾ പ്ലാസയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക്, നമ്മുടെ പുത്തൂരിലേക്ക് നിങ്ങൾക്ക് ടോള് കൊടുക്കാതെ കിലോമീറ്റർ ലാഭിച്ചുകൊണ്ട് എങ്ങനെ എത്താമെന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. നിങ്ങളുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കാണാൻ വരുന്ന നിങ്ങളുടെ ചങ്കിന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുതുക്കാട് ജംഗ്ഷനിലെത്തി. എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോൾ പുതുക്കാട് സിഗ്നലൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ യാത്ര ഹൈവേയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് KSRTC പുതുക്കാട് സ്റ്റാൻഡ് കാണാൻ സാധിക്കും. അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. അതായത് നമുക്ക് തിരിയേണ്ട ആമ്പല്ലൂർ ജംഗ്ഷനിൽ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നമുക്ക് നടക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പണി ഇങ്ങനെ തകൃതിയായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴിയിലൂടെ കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക്, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ആമ്പല്ലൂർ ജംഗ്ഷനിലേക്ക് കടക്കാൻ സാധിക്കും. ഇതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആമ്പല്ലൂർ ജംഗ്ഷനിലേക്ക് കടക്കാൻ സാധിക്കും. ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടിയൊക്കെ നോക്കി നിങ്ങൾ നേരെ ആമ്പല്ലൂർ ജംഗ്ഷനിലേക്ക് കടക്കുക. ജംഗ്ഷനിൽ ശ്രദ്ധിക്കേണ്ട കേസ്, വണ്ടികൾ നല്ല സ്പീഡിലാണ് വരിക. രണ്ട് സൈഡും വാഹനങ്ങൾ നോക്കിയ ശേഷം മാത്രം നേരെ ആമ്പല്ലൂർ ജംഗ്ഷൻ കടക്കുക. കടന്നു കഴിഞ്ഞിട്ട് ആമ്പല്ലൂർ ജംഗ്ഷൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാനുള്ള വഴി കാണും. അപ്പോൾ ഈ ആമ്പല്ലൂരും പുതുക്കാടൊക്കെ അറിയാത്തവർ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പുതുക്കാട് ആമ്പല്ലൂർ വഴി തന്നെ നമുക്ക് കേരള പഴനിയും അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്കിലേക്കും സിമ്പിളായിട്ട് തന്നെ എത്താൻ സാധിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു ജംഗ്ഷൻ പോലെ, തൊട്ടടുത്ത് തന്നെയാണ് ചെറിയ ജംഗ്ഷൻ പോലെ കാണാൻ, ഒരു വലിയ മരങ്ങളൊക്കെ കാണാം. അവിടെ നിന്നും ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ വഴി കാണാൻ സാധിക്കും. നമുക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലമൊക്കെ കാണാം. ഇവിടുന്ന് പിന്നെ ഒന്നും നോക്കണ്ട, നേരെ അങ്ങോട്ട് വച്ച് പിടിക്കുക. അതെ, ഈ അമ്പലത്തിൻ്റെ ആർച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുവഴി തന്നെയാണ് നമുക്ക് ഹൈവേയിലേക്കും ടോൾ കൊടുക്കാതെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ സൂയിലേക്കും പോകാൻ സാധിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഒരു ദിവസം വെള്ളം കയറിയ സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിതാ കുറച്ച് പോകുമ്പോൾ ഒരു വലിയ വീട് കാര്യങ്ങളൊക്കെ കാണാം. ആ ടേണിങ്ങിൽ ആ വീടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പാലിയേക്കര ടോൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് എത്താനുള്ള വഴി എത്തും. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബോർഡ് കാണണ്ട. ഈ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ പാലിയേക്കര ടോൾ കൊടുക്കാതെ നമുക്ക് ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഹൈവേയിലേക്ക് എടുക്കാം. പക്ഷേ സുവോളജിക്കൽ പാർക്കിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ യാത്ര തുടരണം. അപ്പോൾ എന്തായാലും കുറേ വണ്ടിക്കാരൊക്കെ ഇതിൽ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ പോയി ഒരു വളവും തിരിവൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ വെച്ച് പോകുമ്പോൾ തന്നെ മറ്റൊരു ജംഗ്ഷനിൽ എത്താൻ പറ്റും. അതൊരു ലെഫ്റ്റ് സൈഡിലൊരു വലിയ വീടൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേരും. ആ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലോട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മണ്ണുത്തി തൃശ്ശൂരിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിലേക്ക് ആ വഴിയിലേക്ക് നിങ്ങൾ തിരിയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു വഴി കാണാൻ സാധിക്കും. ഈ വഴിയിൽ നിന്നും ലെഫ്റ്റ് ടേൺ ചെയ്യുക. അവിടെ ആ ഒരു പച്ച കളർ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് അത്യാവശ്യം നല്ലൊരു റോഡാണ്. ഇതുവഴി നിങ്ങൾക്ക് നേരെ മതിക്കുന്ന അമ്പലം, അതുപോലെ തന്നെ കേരള പഴനി, അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്ക്, ഈ 3 സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുവോളജിക്കൽ പാർക്കിലേക്ക് 9 കിലോമീറ്റർ വരുന്നുള്ളൂ. എന്നാൽ ശരിക്ക് പാലിയേക്കര ടോൾ കൊടുത്ത് പോവുകയാണെങ്കിൽ 11 കിലോമീറ്റർ വരും. അപ്പോൾ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ലാഭം എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കേട്ടോ. അപ്പോൾ ഈ മതിക്കുന്ന് ക്ഷേത്രം, പ്രശസ്തമായ മതിക്കുന്ന് അമ്പലത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. റൈറ്റ് സൈഡിൽ ഇതിലെ പോയാൽ മതിക്കുന്ന് അമ്പലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിങ്ങനെ കുറച്ചൊന്ന് ആ കയറ്റമൊക്കെ കയറിപ്പോഴുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ടേണിങ് വരുന്നുണ്ട്. ആ ടേണിങ് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്കിത് നേരെ നമുക്ക് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്കൊരു ടേണിങ് കാണാം. നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, പള്ളിയേറ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കടന്ന് പോകുമ്പോൾ തന്നെ ഒരു ഷാർപ്പ് കട്ടിങ് ഉണ്ട് റൈറ്റിലേക്ക്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഷാർപ്പ് റൈറ്റിലേക്ക് ഒരു കട്ടിങ് വരുന്നുണ്ട്. അതിലോട്ട് നിങ്ങൾ തിരിയണം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാലിയേക്കര കഴിഞ്ഞുള്ള സിഗ്നലിലേക്ക് എത്തും, കുട്ടനല്ലൂർ സിഗ്നലിൻ്റെ അവിടേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു കല്ല് വിരിച്ച വഴി കൂടി ഒരു അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. നല്ല റോഡ് തന്നെയാണ്. അപ്പോൾ ഇതിലേ നിങ്ങൾ നേരെ ഇനിയിപ്പോൾ പൊന്നൂക്കര സെൻറ്ററിലെത്തും. പൊന്നൂക്കര സെൻറ്ററിൽ നിന്നും കേരള പഴനി, അത് കഴിഞ്ഞാൽ കുരിശുമൂല കഴിഞ്ഞാൽ നമ്മുടെ
സുവോളജിക്കൽ പാർക്ക്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പൊന്നൂക്കര സെൻറ്ററാണ്. ഈ ഒരു വലിയ സെൻറ്റർ. കാരണം വേറെ എവിടേക്കും നിങ്ങൾ തിരിയേണ്ട കേട്ടോ, ലെഫ്റ്റോ റൈറ്റോ ഒന്നും തിരിയേണ്ട. നേരെ തന്നെ നിങ്ങളുടെ യാത്ര നിങ്ങൾ തുടരുക. പൊന്നൂക്കര സെൻറ്ററെത്തി 2 ഹമ്പൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പഴനിയിലേക്ക് കയറാനുള്ള വഴി കാണാൻ സാധിക്കും. അതായത് റോഡ് മാർഗം പഴനിയിലേക്ക്, പടിയല്ലാതെ റോഡ് മാർഗം തന്നെ പഴനിയിലേക്ക് കയറുന്ന വഴിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആ വഴി നമുക്ക് ശരിക്കും വണ്ടി കൊണ്ടുപോകാം. ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടാർ ചെയ്ത പോലെ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം കേരള പഴനി നിങ്ങൾക്ക് കാണാം. കേരള പഴനി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ എപ്പോഴും വൈകുന്നേരം വരികയാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഉച്ചയ്ക്കൊന്നും വരരുത്, നല്ല വെയിലാണ്. വൈകുന്നേരം സമയങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ വരെ കണ്ട. ഇതാണ് നമ്മുടെ കേരള പഴനി. നല്ല രസമാണ്, രാത്രി കാഴ്ചകൾ ഗംഭീരമാണ് കേട്ടോ. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൈപ്പള്ളിമൂല സെൻറ്റർ എത്തി. പൈപ്പള്ളിമൂല സെൻറ്റർ എന്ന് പറയുന്നത് തന്നെ കുരിശുമൂല തന്നെയാണ്. കുറച്ച് ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോയാൽ വെട്ടുകാടും, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുരിശുമൂല എത്തി. അതായത് സുവോളജിക്കൽ പാർക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് സുവോളജിക്കൽ പാർക്ക് നിൽക്കുന്ന സ്ഥലം. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പെട്രോളിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്രോൾ പമ്പ് തൊട്ടടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പൊക്കെ കാണാൻ സാധിക്കുന്നത്. കുരിശുമൂല സെൻറ്ററിൽ തന്നെയാണ് പെട്രോൾ പമ്പ് വരുന്നത്. അപ്പോൾ പെട്രോളിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് കഴിഞ്ഞ് മുന്നിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ സെൻറ്ററെത്തി. നമ്മുടെ കുരിശുമൂല, പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രധാന സെൻറ്ററായിട്ടുള്ള കുരിശുമൂലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇവിടെ നിന്നും റൈറ്റിലോട്ട്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നും റൈറ്റിലോട്ട്, അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റും ഇവിടെ നിന്ന് പോകുമ്പോൾ റൈറ്റും കേട്ടോ. റൈറ്റിലോട്ട് എടുത്ത് ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ കുരിശുമൂലയിലെ ചേട്ടന്മാർ. അതുപോലെ നേരെ അങ്ങോട്ട് എടുത്ത് നമ്മുടെ സൂവിൻ്റെ ഓഫീസ് അവിടെയാണ് വരുന്നത്. റോഡ് പണി ഇന്നത്തോടു കൂടി ഇത് ടാർ ചെയ്യും കേട്ടോ. കാരണം എല്ലാവിധം ടാറിങ് പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. സൂവിൻ്റെ ഫസ്റ്റ് ഗേറ്റ് കാണാം. ഈ ഗേറ്റ് അല്ല, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് നല്ല ഇനി സൂവിൻ്റെ വഴിയാണ് കുറച്ച് ദൂരം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എക്സിറ്റും എൻട്രിയൊക്കെ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഇത് എക്സിറ്റാണ്, അതായത് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ ഇതിലാണ് ഇറങ്ങി വരേണ്ടത്. ഇത് എക്സിറ്റാണ്. എൻട്രി ഇവിടെ അല്ല, എൻട്രി കുറച്ചും കൂടി മുന്നോട്ട് പോകണം കേട്ടോ. നല്ല ഇതൊക്കെ കുറച്ച് കളയുമ്പോൾ നല്ല വലിയ മരം കേട്ടോ. അപ്പോൾ നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിലേയും കിടക്കരുത്, ഇതുമല്ല. ഇതവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രി എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അവിടെ നോ പാർക്കിംഗ് ആണ്. ഇവിടെയാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ എൻട്രി വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സുവോളജിക്കൽ പാർക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും. 20ഓളം മാനുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിപ്പോനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇറക്കിയിട്ടില്ല. അങ്ങനെ ഓരോരോ മാറ്റങ്ങളായിട്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അതിൻ്റെ ഗംഭീരാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യേണ്ട. ഈ വഴി യൂസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ലാഭം തന്നെയായിരിക്കും, നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. കുറച്ച് വളവും തിരിവും ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആ സൂവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പാർക്കിംഗ് നേരെയാണ് കേട്ടോ. വണ്ടി നേരെ കൊണ്ട് നമുക്ക് പാർക്ക് സുഗമമായിട്ടുള്ള പാർക്കിങ്ങാണ്. ബസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ പാർക്ക് ചെയ്യാം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.